ഹലോ ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ്. അപ്പോ നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? നമ്മുടെ ചാനൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? ബിക്കോസ് നമ്മൾ ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ആണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇത് വലിയൊരു നഷ്ടമായിരിക്കും. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് IB അപ്ഡേറ്റ്സ് ആയിട്ടാണ്. ഇന്റലിജൻസ് ബ്യൂറോയിൽ 4987 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ഇന്റലിജൻസ് ബ്യൂറോയുടെ സബ്സിഡിയറിയിൽ 4987 സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ഉൾപ്പെടെ ഇന്റലിജൻസ് ബ്യൂറോയിൽ 334 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും നടക്കുക കേട്ടോ. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ്? ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആണ് അവർ പറയുന്നുള്ളൂ. ഡെഡ് ലൈൻ ഓഗസ്റ്റ് 17 അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓഗസ്റ്റ് 17 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സാലറി സ്കെയില് 21,700 to 69,100 റുപ്പീസ് വരെയാണ് സാലറി സ്കെയില് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ 4987 സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ഉൾപ്പെടെ ഇന്റലിജൻസ് ബ്യൂറോയിൽ എത്ര ഒഴിവുകളാണ്? 334 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. അവസാന തീയതി ഓഗസ്റ്റ് 17 ആണ് കേട്ടോ. ഇനി ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഫീസ് കാര്യങ്ങൾ നോക്കുന്നത് നമ്മൾ പറഞ്ഞു. യോഗ്യത എന്താണ്? 10ാം ക്ലാസ് ആണെന്ന് പറഞ്ഞു. ഫീസ് വന്നിട്ട് ജനറൽ EWS OBC വിഭാഗക്കാരായ പുരുഷന്മാർക്ക് 650 രൂപയാണ് ഫീസ് പറഞ്ഞിട്ടുള്ളത്. ഇനി എക്സാം ഫീസ് അതെന്താണ് 650 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാം ഫീസ് 100 രൂപയും റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് 550 രൂപയാണ് കേട്ടോ വരിക. ഫോർ അതേഴ്സ് റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് ഈസ് 550 റുപ്പീസ്. ഓക്കെ, അപ്പൊ ഫീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജനറൽ EWS OBC വിഭാഗക്കാരായ പുരുഷന്മാർക്ക് 650 രൂപയാണ് ഫീസ്. പരീക്ഷാ ഫീസ് 100 രൂപയും റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് 550 രൂപയായിരിക്കും വരിക. മറ്റുള്ളവർക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് ആയിട്ടുള്ള 550 രൂപ മതിയാകും. ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഫീസുകൾ അടയ്ക്കാവുന്നതാണ് കേട്ടോ. ഫീ ക്യാൻ ബി പെയ്ഡ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. സെലക്ഷൻ എങ്ങനെയായിരിക്കും? റിട്ടൺ എക്സാമിനേഷന്റെ ബേസിസിലായിരിക്കും. അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? ഒരു ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.mha.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് അതുപോലെ തന്നെ ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്ട്രിയൽ തസ്തികയാണിത്. ഓഗസ്റ്റ് 17 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകർ ഏതെങ്കിലും ഒരു SIBയിലേക്ക് മാത്രം അപേക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ജയം അല്ലെങ്കിൽ ഇക്വാലന്റ് ആണ്. അപേക്ഷിക്കുന്ന ബ്യൂറോ ഉൾപ്പെടുന്ന റീജിയനിലെ പ്രാദേശിക ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധി ഉണ്ട്. 18 to 27 വയസ്സ് വരെയാണ് പ്രായപരിധി. 27 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാണ്ട് പറ്റത്തുള്ളൂ. ശമ്പളം എങ്ങനെയാണ്? സാലറി സ്കെയിൽ സ്റ്റാർട്ടിംഗ് 21,700 to 69,100 റുപ്പീസ് ആണ് സാലറി സ്കെയിൽ പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏത് വഴിയിലാണ്? എഴുത്തു പരീക്ഷയും അതുപോലെ തന്നെ ഇന്റർവ്യൂ എന്നിവ മുഖേനയായിരിക്കും ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ഉണ്ടായിരിക്കാം. പരീക്ഷാ സിലബസ് കൂടുതൽ കാര്യങ്ങൾ എന്തുണ്ടായിരിക്കും? അതിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. www.mha.gov.in എന്നുള്ള വെബ്സൈറ്റിലോ അല്ലെങ്കിൽ www.ncs.gov.in എന്നുള്ള സൈറ്റുകളിലും എന്താണ് ഇതിന് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ലഭ്യമായിരിക്കും കേട്ടോ. ഇനി ഇതിന്റെ ആ സൈറ്റാണ് കൊടുത്തിട്ടുള്ളത് www.ncs.gov.in എന്നുള്ള വെബ്സൈറ്റിൽ. ഇനി എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ദ ഇന്റലിജൻസ് ബ്യൂറോ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എക്സാം ഈസ് എ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ വേരിയസ് സെക്യൂരിറ്റി പൊസിഷൻസ് വിത്തിൻ ദ IB അല്ലെ. ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ് വേരിയസ് സെക്യൂരിറ്റി പൊസിഷൻ IBയിലെ ഇന്റലിജൻസ് ബ്യൂറോയിൽ സെക്യൂരിറ്റി പൊസിഷൻസിനുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇത് IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എക്സാം എന്ന് പറയുന്നത്. അതിൽ 3 സ്റ്റേജസ് ആണ്
ആണുള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് ടയർ 1, രണ്ടാമത്തെ ടയർ 2, മൂന്നാമത്തെ ടയർ 3. ഓക്കെ, ടയർ 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓൺലൈൻ എക്സാം ആണ്. ടയർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. ടയർ 3 എന്ന് പറയുന്നത് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ടയർ 1 ഒബ്ജക്റ്റീവ് ഓൺലൈൻ എക്സാം, ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ടെസ്റ്റ്, ടയർ 3 ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് ടയറിന്റെ ബേസിസിൽ മാത്രമല്ല അവർ റാങ്ക് ലിസ്റ്റ് ഇടുക. ടയർ 1, ടയർ 2, ടയർ 3 മൂന്നിന്റെയും ടയർ അതിന്റെ മാർക്കിന്റെ ബേസിസിലായിരിക്കും എന്തുണ്ടായിരിക്കുക, മെറിറ്റ് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. The final merit list is prepared based on the performance in Tier 1 and Tier 2. So, മൂന്ന് സ്റ്റേജസ് ആണ്. Tier 1, Tier 2, Tier 3. Objective online exam is in Tier 1. Descriptive language test is in Tier 2. Interview or personality test in Tier 3. Okay. ഇനി അതിന്റെ എക്സാം സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് Tier 1 വരുന്നത് അല്ലെ. ആ 100 മാർക്ക് ഓൺലൈൻ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് ആണ്, അപ്പോൾ ഓൺലൈൻ എക്സാം ആയിരിക്കും. ഏതൊക്കെ ടോപ്പിക്കിലാണ് മക്കളെ കവർ ചെയ്യുന്നത്? ജനറൽ അവയർനെസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ സ്റ്റഡീസ് ഉണ്ട്. ശ്രദ്ധിക്കുക, there is a negative mark of 1/4 for each incorrect answer. ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1/4 കാൽ മാർക്കാണ് പോവാൻ പോകുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 100 മാർക്കിന്റെ എക്സാം ആണ് നടക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ? ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ഇംഗ്ലീഷ് ആൻഡ് ജനറൽ സ്റ്റഡീസ് ഒക്കെയാണ് സബ്ജക്റ്റുകൾ വരുന്നത് അല്ലെ. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, 1/4 ജസ്റ്റ് ലൈക്ക് PSC. ഇനി ടയർ 2 എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. ദിസ് ഇസ് എ ക്വാളിഫൈഡ് എക്സാം where candidates need to translate passages between English and the local language. A minimum of 20 out of 50 marks is required to qualify. അപ്പൊ 50 20 മാർക്ക് എങ്കിലും ഉണ്ടായിരിക്കണം. as in the case of ടയർ 2, ടയർ 1 എത്ര മാർക്കാണ് ക്വാളിഫൈ ചെയ്യുന്നത് എന്നുള്ള ആ സമയത്ത് പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ മിനിമം IB എക്സാമുകൾ നിങ്ങളിപ്പോ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ IB എക്സാമുകൾ അത്ര വലിയ ടഫുകൾ വരാറില്ല. ടഫുകൾ വരാറുണ്ടെങ്കിൽ കൂടി പക്ഷെ 40% മാർക്കൊക്കെയാണ് അവർ മിനിമം ഒരു ക്വാളിഫിക്കേഷൻ മാർക്ക് പറയാറായിട്ടുള്ളൂ. 40-50 ആ ഒരു റേഞ്ചിലായിരിക്കും വരിക. എന്താണെന്നറിയോ, എക്സാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ എന്താണ്, 100 മാർക്കാണ്, 1 മണിക്കൂറേ ഉള്ളൂ. ഓക്കെ, 60 മിനിറ്റിൽ നമ്മൾ 100 മാർക്കും അത് കുറച്ചും കൂടി ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ ഈ റീസണിംഗ് ഒക്കെ വരുമ്പോഴില്ലേ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. ഒരുപാട് വായിക്കാനുണ്ടാവും. അപ്പൊ ടൈം മാനേജ്മെന്റ് IBയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാര്യം എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, പക്ഷെ എന്താണ് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പൊ ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻസ് ആയാലും അതുപോലെ തന്നെ ടൈമിന്റെ ക്വസ്റ്റ്യൻസ് ആയാലും ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻസ് ആയാലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കത്തില്ല. ഇങ്ങനെ വളച്ച് തിരിച്ചിട്ടൊക്കെ ആയിരിക്കും IBയിൽ ചോദിക്കുക. ദാറ്റ് ഇസ് ഇന്റലിജന്റ്, നിങ്ങളുടെ ഇന്റലിജൻസ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടയർ 3 എന്ന് പറയുന്നത് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. എ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ടു ആസസ് പേഴ്സണാലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് സൂട്ടബിളി ഫോർ ദ റോൾ. ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് 334 വാക്കൻസീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇത്രയും അധികം, അതായത് 5000-നോടടുത്തു 4987 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. സോ ഇന്റലിജൻസ് ബ്യൂറോയിൽ 4987 സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. യോഗ്യത 10ാം ക്ലാസ് ആണ്. 3 എക്സാം ആണ്. ടയർ 1 ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ടെസ്റ്റ്, ടയർ 3 ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ഇംഗ്ലീഷ്, ജനറൽ സ്റ്റഡീസ് ആണ് വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്താണ്, യോഗ്യത 10ാം ക്ലാസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ അതിന്റെ ബേസിസിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അവസാന തീയതി ഓഗസ്റ്റ് 17-നാണ്. വേഗം തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോ നമ്മൾ പറഞ്ഞു 3 ടയർ ആണ്. ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ടെസ്റ്റിൽ എന്താണ്, മിനിമം 20 out of 50 മാർക്സ് റിക്വയർഡ് ടു ക്വാളിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആയിരിക്കും കേട്ടോ. അപ്പൊ അതിൽ നോക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും അവർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഫിഡൻസും അവർ നോക്കുന്നതായിരിക്കും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ജൂലൈ 26-നാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്. നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 17-നാണ്. അപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ഡെഡ്ലൈൻ ഓഗസ്റ്റ് 17, 2025-നാണ്. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് IB, ദാറ്റ് ഇസ് ഇന്റലിജൻസ് ബ്യൂറോയാണ്. എത്ര വേക്കൻസീസ് ആണ്? 4987 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാലറി സ്കെയിൽ എത്രയാണ്?
21,700 ആണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. അപ് ടു 69,100 റുപ്പീസ് വരെയാണുള്ളത്. എന്താണ് ക്വാളിഫിക്കേഷൻ? ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് ക്ലാസ് 10 ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓഗസ്റ്റ് 17 വേഗം അപ്ലൈ ചെയ്യാം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ഇന്റലിജൻസ് ബ്യൂറോയിൽ 4,987 സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, തിരുവനന്തപുരത്ത് 334 വാക്കൻസീസ് ഉണ്ട്. 10ാം ക്ലാസ് മാത്രം മതിയാകും. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 17 സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 21,700 ആണ്. അതുകൊണ്ട് തന്നെ വേഗം അപ്ലൈ ചെയ്യുക കേട്ടോ. സോ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.